ഹലോ, ഓൾറെഡി ഞാനൊരു ലഞ്ച് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് മേക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ലഞ്ച് 2 ഡിഷസ് റെസിപ്പിയുടെ ഒരു വീഡിയോ. ആൻഡ് ഇത് നമുക്ക് അതുപോലെ തന്നെ പെട്ടെന്ന് അരമണിക്കൂർ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു എഗ് ഫ്രൈഡ് റൈസ് വീഡിയോ ആണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഏത് റൈസാണോ ഫ്രൈഡ് റൈസിന് യൂസ് ചെയ്യുന്നത് അതെടുത്ത് നല്ല രീതിയിൽ വാഷ് ചെയ്തതിന് ശേഷം വെള്ളം മാറാനായിട്ടൊന്ന് മാറ്റി വയ്ക്കുക. അതിനുശേഷം റൈസ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഫ്ലെയിമിൽ വയ്ക്കുക. വെള്ളം വയ്ക്കുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ ഓയിലോ അല്ലെങ്കിൽ കുറച്ച് നെയ്യോ ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മൾ റൈസ് ഇട്ടതിന് ശേഷം അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 5 or 6 മിനിറ്റ്സ് കൊണ്ട് തന്നെ നമുക്ക് ഈ വെള്ളം പെട്ടെന്ന് നന്നായിട്ട് തിളച്ച് കിട്ടുന്നുണ്ട്. ദെൻ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള റൈസ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ റൈസ് ഒന്ന് റെഡിയായിട്ട് വരുന്നത് വരയ്ക്കും നമുക്ക് ഈ വെജിറ്റബിൾസ് ഒന്ന് റെഡിയാക്കി വെക്കാം. നമുക്കിതിൽ ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്നത് വെജിറ്റബിൾ കട്ട് ചെയ്ത് വെക്കാനാണ്. സോ നമ്മളിത് ആദ്യമേ ചെയ്ത് വെച്ചാൽ അത്രയും ടൈം നമുക്കതിൽ ലാഭിക്കാൻ പറ്റും. ആൻഡ് ഇതിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് എന്ന് പറയുന്നത് ക്യാപ്സിക്കം, ക്യാരറ്റ്, ജിഞ്ചർ, ഗാർലിക്, ഗ്രീൻ ചില്ലി, ഒനിയൻ, പിന്നെ നമുക്കിതിൽ എക്സ്ട്രാ ക്യാബേജൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. ആൻഡ് എഗ്. അങ്ങനെ നമ്മുടെ റൈസ് റെഡിയായി വന്നിട്ടുണ്ട്. ആൻഡ് റൈസ് നമ്മൾ ആദ്യം കുക്ക് ചെയ്യുമ്പോൾ ഫുള്ളായിട്ട് അങ്ങ് കുക്ക് ആവേണ്ട, ഒരു 75% ഈ ഒരു അളവിൽ കുക്കായിട്ട് വന്നാലും മതിയാകും. എന്നിട്ട് ഈ റൈസിൻ്റെ വെള്ളം കളഞ്ഞതിന് ശേഷം ഇത് വാർക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. ഇപ്പോൾ ഓൾമോസ്റ്റ് കാര്യങ്ങളെല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏതാണോ ഡിഷ് യൂസ് ചെയ്യണം, ബിരിയാണി പോട്ടാണെങ്കിൽ അതെടുക്കുക. ഓയിൽ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലൽപ്പം കുരുമുളക് പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഫുൾ മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ആഡ് ചെയ്ത എഗ്ഗ് ഇത് ഈ ഒരു രീതിയിലാകുമ്പോൾ ഇത് വേറൊരു ഡിഷിലോട്ട് മാറ്റി വയ്ക്കുക. എന്നിട്ട് അതേ ബിരിയാണി പോട്ടിൽ തന്നെ ആവശ്യത്തിനുള്ള ഓയിൽ ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന വെജിറ്റബിൾസ് കൂടെ ചേർക്കുക. അതിലേക്ക് ആവശ്യത്തിന് പെപ്പർ പൗഡറും ഉപ്പും ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക. ഏകദേശം ഈ ഒരു രീതിയിലാകുമ്പോൾ ഓൾറെഡി കുക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന എഗ്ഗ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഓൾറെഡി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന റൈസ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിന്, ഓപ്ഷണലാണ്, സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഓപ്ഷണലാണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താലും മതിയാകും. ആൻഡ് ഇത് ജസ്റ്റ് ഒന്ന് നല്ല രീതിയിൽ ആ റൈസ് ഉടഞ്ഞു പോകാത്ത രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ എഗ് ഫ്രൈഡ് റൈസ് റെഡി. അരമണിക്കൂർ കൊണ്ട് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ബൈ.